ദുരൂഹത ഏറി വരികയാണ്. ശബരിമലയിൽ നിന്ന് വളരെയധികം സ്വർണങ്ങൾ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. സ്വർണം മാത്രമല്ല, അവിടുത്തെ പഞ്ചലോക വിഗ്രഹം പോലെയുള്ള വിശിഷ്ടമായ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള വളരെയധികം സാധനങ്ങൾ അവിടെയുണ്ട്. അതിനൊക്കെ കണക്കുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഒക്കില്ല. കാലാകാലങ്ങളിൽ അതൊക്കെ വിറ്റ് പണമാക്കി പോയവരാണ് അവിടുത്തെ ജീവനക്കാരെല്ലാവരും. അതുകൊണ്ട് ശബരിമല ഒരു കേറാമലയാണ്. കാരണം അവിടുത്തെ സ്വത്തുക്കൾ അടിച്ചെടുത്തുകൊണ്ട് പോയതിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വർഷങ്ങളോളം ശ്രമിച്ചാൽ മാത്രമേ അതിൻ്റെ ഏകദേശം ഒരു രൂപം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും SITയുടെ അന്വേഷണത്തിന് സർക്കാർ കടിഞ്ഞാണിടുന്നു എന്നുള്ള വാർത്തകളും വെളി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ആ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അടുത്ത അറസ്റ്റിലേക്ക് അവർ നീങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പം പത്മകുമാറിന്റെ കൂടെ ആ തീരുമാനം എടുത്ത 2 പേരുണ്ട്, ദേവസ്വം ബോർഡ് മെമ്പർമാരെ. അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. എന്തായാലും അവരെ സമൻ ചെയ്തിട്ടുണ്ട്. അവരെ ഇപ്പം ചോദ്യം ചെയ്യും. അതിനുശേഷം അവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് കരുതുന്നു. അതിനുശേഷമാണ് ദേവസ്വം ബോർഡിന്റെ മുകളിലുള്ള ഉന്നതര് ആരൊക്കെ ഇതിനകത്ത് പണം കൈപ്പറ്റുണ്ടോ അവരിലേക്കുള്ള അറസ്റ്റ് നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഉന്നതരെ കണ്ടെത്താൻ ED കൂടി എത്തിയിരിക്കുകയാണ്. കേസിൽ ഉന്നതരുടെ ശക്തമായ കരങ്ങളുണ്ട് എന്നും അവർ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുമുള്ളത് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേസിന്റെ അന്വേഷണം EDക്ക് കൂടി കൈമാറുന്ന തരത്തിൽ കോടതികളുടെ ഇടപെടലുണ്ടായത്. ഹൈക്കോടതിയാണ് കേസിന്റെ രേഖകൾക്കായി വീണ്ടും കീഴ്ക്കോടതിയിൽ അപേക്ഷ നൽകാൻ EDയോട് നിർദ്ദേശിച്ചത്. ഈ അപേക്ഷയിൽ രേഖകൾ കൈമാറാൻ ഉത്തരവിടണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതനുസരിച്ച് കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് രേഖകൾ EDക്ക് കൈമാറാൻ ക്രൈംബ്രാഞ്ചിനോട് നിർദ്ദേശിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുന്നത് സിസ്റ്റം ആണെന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചിരുന്നു. ഈ സിസ്റ്റം എന്നത് സ്വാഭാവികമായും സർക്കാരാകും. അതുകൊണ്ട് തന്നെ ഈ ഉന്നതർ ആരൊക്കെ എന്നത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. EDയുടെ അന്വേഷണം കൂടി എത്തുന്നത് സർക്കാരിനും CPMനും തിരിച്ചടിയാകും. നിലവിൽ സ്വർണ്ണക്കൊള്ളയുടെ കുന്തമുനം മുഴുവൻ നീളുന്നത് CPMലേക്കും LDF സർക്കാരിലേക്കുമാണ്. കാരണം CPM പ്രതിനിധികളായ A. പത്മകുമാറും N. വാസുവും ദേവസ്വം ഭരണാധികാരികളായി ഇരുന്ന കാലത്താണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതും സ്വർണം വേർതിരിച്ചെടുക്കുന്നതും. ഇതിന് പകരം ദ്വാരപാലക പാളിയിൽ പൂശിയത് യഥാർത്ഥ സ്വർണം തന്നെയാണോ അതോ ചെമ്പാണോ എന്ന സംശയത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ദ്വാരപാലക പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ CPM നേതാക്കളായ പത്മകുമാറും വാസുവും അറസ്റ്റിലാണ്, ജയിലിലുമാണ്. അറസ്റ്റിന് മുൻപ് ഒരിക്കൽ പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ദൈവതുല്യരായ ആളുകൾ പറഞ്ഞാൽ നാം എതിർത്ത് പറയുന്നത് എങ്ങനെയെന്നായിരുന്നു. അന്നു മുതൽ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരാണ് എന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതും അതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മന്ദീഭവിച്ചതും. ഇതിന് കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനവും SIT ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അന്വേഷണം കടകംപള്ളിയിലേക്ക് നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ CPM ഒരുപാട് വിയർക്കേണ്ടി വരും. കടകംപള്ളിയിൽ നിന്ന് അന്വേഷണം സർക്കാരിലേക്ക് തന്നെ നീളുമോ എന്ന കാര്യത്തിലും CPMന് ആശങ്കയുണ്ട്. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് CPMനുണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. അതേസമയം കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള നീക്കത്തിൽ EDയുടെ ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിനു മുൻപായി തന്നെ അനൌദ്യോഗികമായി ED അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കാത്തതാണ് തിരിച്ചടിയായിരുന്നത്. ഇതേ തുടർന്ന് FIR പകർപ്പ് ലഭിക്കാൻ ED മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി ആവശ്യം നിരാകരിച്ചതോടെ ഹൈക്കോടതിയെ സമീപിച്ചു. വീണ്ടും അപേക്ഷ നൽകാൻ ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി. കോടതി ഉത്തരവോടെ രേഖകൾ ലഭിക്കുമെന്ന് ഉറപ്പായി. കേസിന്റെ മുഴുവൻ രേഖകളും EDക്ക് നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവുണ്ട്. ഇതോടെ സംസ്ഥാന സർക്കാരിലേക്കും മുൻ ദേവസ്വം മന്ത്രിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും പെട്ടെന്ന് അന്വേഷണം എത്തുമോ എന്ന ആശങ്കയിലാണ് CPM. ഇതിനിടയിലാണ് അന്വേഷണം മന്ദഗതിയിലായി എന്ന് പറഞ്ഞ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചത്. N. വാസുവും പത്മകുമാറും പിടിയിലായതിനു ശേഷം കാര്യമായ അറസ്റ്റുകളൊന്നും കേസിൽ നടന്നിരുന്നില്ല. ഇതും ഹൈക്കോടതിയുടെ വിമർശനത്തിന് കാരണമായി. ഇതിന് പിന്നാലെയാണ്
ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും പിടിയിലായത്. മുൻപ് അന്വേഷണം മന്ദഗതിയിലായി എന്ന് പറഞ്ഞ ഹൈക്കോടതി തന്നെ കേസിൽ ചില വൻ സ്രാവുകൾ ഉണ്ട് എന്നും അവരിലേക്ക് അന്വേഷണം എത്താത്തത് എന്താണ് എന്നും ചോദിച്ചിരുന്നു. ഈ വൻ സ്രാവുകളിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. അതോടൊപ്പം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിനെയും ശങ്കരദാസിനെയും ചോദ്യം ചെയ്യാത്തത് എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി SITയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇവർ അറിയാതെ എങ്ങനെയാണ് ഇവിടെ ഇത്ര വലിയ തിരിമറികൾ നടക്കുക എന്നാണ് ഹൈക്കോടതിയുടെ സംശയം. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ മൊഴികളിൽ ശങ്കരദാസിനും വിജയകുമാറിനുമെതിരെ പരാമർശമുണ്ട് എന്നാണ് വിവരം. ബോർഡിലെ എല്ലാവർക്കും സ്വർണത്തിന്റെ കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ശങ്കരദാസിനെയും വിജയകുമാറിനെയും കൂടി ചോദ്യം ചെയ്തേക്കും. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ ഭണ്ഡാരിയുമാണ് സ്വർണം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് വേർതിരിച്ചെടുത്ത സ്വർണം കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റു. ദേവസ്വം ബോർഡിലുള്ളവരും അറിഞ്ഞാണ് ഈ മോഷണം നടന്നത്. സ്വാഭാവികമായും ദേവസ്വം ബോർഡിലുള്ളവർക്ക് മോഷ്ടിച്ചു വിറ്റ സ്വർണത്തിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നും മനസ്സിലാകുന്നു. പോറ്റിയുടെ സഹായത്തോടെ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു. ആകെ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നിന്നും 109 ഗ്രാം സ്വർണം പണിക്കൂലിയായി പങ്കജ് ഭണ്ഡാരി എടുത്തു. ബാക്കി വന്ന 470 ഗ്രാം സ്വർണമാണ് വിൽപ്പന നടത്തിയത്. ഇതിനായി കൽപേഷ് എന്ന ഇടനിലക്കാരന്റെ സഹായം തേടി. കൽപേഷ് വഴി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇക്കാര്യങ്ങളെല്ലാം പോറ്റി SITയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമാന അളവിലെ സ്വർണമാണ് SIT സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെത്തിയത് എന്നാണ് വിവരം. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ദേവസ്വം ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇരുവർക്കും ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധം വ്യക്തമാകും. വലിയൊരു കൊള്ളസംഘം തന്നെ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്.